മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 14 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച റോഡ്, ഇന്റർലോക്ക്, ഡ്രെയിനേജ് എന്നിവയുടെ നിർമ്മാണത്തിൽ വൻ അപാകതയെന്ന് ആക്ഷേപം. നിർമ്മാണം പൂർത്തിയായി 6 മാസം പിന്നിടുമ്പോഴേക്കും റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മഞ്ചേശ്വരം ഓൾഡ് MCC റോഡിലാണ് കടുത്ത അനാസ്ഥ വെളിവാക്കുന്ന ഈ കാഴ്ച. കഴിഞ്ഞ മൺസൂൺ മഴയിൽ തന്നെ റോഡിന്റെ ശോച്യാവസ്ഥ പുറത്തു വന്നിരുന്നു. റോഡിലെ കോൺക്രീറ്റ് പാളികൾ തകർന്ന് ജെല്ലികൾ പുറത്തു കാണുന്ന അവസ്ഥയാണുള്ളത്. ഓടയുടെ വശങ്ങളിൽ വിള്ളലുകൾ രൂപപ്പെട്ടതോടെ റോഡ് ഏത് നിമിഷവും ഇടിഞ്ഞു താഴുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. നിർമ്മാണത്തിലെ അപാകത കണ്ടിട്ടും അധികൃതർ മൗനം പാലിക്കുന്നത് സംശയാസ്പദമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കോടിക്കണക്കിന് രൂപ സർക്കാർ അനുവദിക്കുമ്പോൾ കരാറുകാരും ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ച് തുക വകമാറ്റുന്നുവെന്നും ഇതിന്റെ ഫലമാണ് ഗുണനിലവാരമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. യാത്രക്കാരുടെ ജീവൻ പണയം വെച്ചാണ് ഇത്തരം നിർമ്മാണങ്ങൾ നടക്കുന്നതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. റോഡിന്റെ ശോച്യാവസ്ഥയിൽ വലിയ പ്രതിഷേധമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. അടിയന്തരമായി ഉത്തരവാദികളായവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും നിർമ്മാണം നടത്തിയ കരാറുകാരനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇത് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ റോഡാണ്. 6 മാസം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ടിലാണ് ഇത് ചെയ്തത്. ഒരു മഴ വന്നിട്ടേ ഉള്ളൂ. ഇത് എല്ലാം തകർന്നു പോയിട്ടുണ്ട്. റോഡ് ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ ഇൻ്റർവാക്കിൻ്റെ സൈഡെല്ലാം പോയിട്ടുണ്ട്. ഇന്നലെ വന്ന മഴക്കാണ് ഈ സംഭവം നടന്നത്. ഇനി കുറേ മഴ വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു 10 രൂപ കിട്ടുമ്പോൾ 8 രൂപ ഉണ്ടെങ്കിലും ജോലി ചെയ്യണം. ഒരു 10 രൂപ ഒരാൾ കിട്ടുമ്പോൾ 8 രൂപയുടെ ജോലിയും ചെയ്യണം. 2 രൂപ സ്വന്തം എടുക്കാം. ഇത് എനിക്ക് എൻ്റെ അന്താജി പോലെ ഇതിൽ 10 രൂപൻ്റെ പൈസ കിട്ടുമ്പോൾ 4 രൂപൻ്റെ ജോലിയും 6 രൂപ പോക്കറ്റിലാക്കുക പോലെയാണ് എനിക്ക് കാണുന്നത്. അത് എത്ര പെട്ടെന്ന് ബ്ലോക്കിൻ്റെ ഓരോ ഓഫീസർമാരെ നടപടിയെടുക്കണമെന്ന് ഞാൻ മഞ്ചേശ്വരം ജനങ്ങളുടെ പരിപാടി എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.